ഇന്ന് അച്ചയ്ക്കും പൊന്നുകുട്ടിക്കും വാവക്കുട്ടനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അങ്കമാലി വരെ പോകാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരുക്കം കാണുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛ ഞാൻ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ ഞാൻ റെഡിയായി, പൊന്നുകുട്ടിനെയും വാവക്കുട്ടനെയും വേഗം തന്നെ റെഡിയാക്കി. അപ്പോൾ അവർക്ക് 3 പേർക്ക് ഡ്രസ്സ് എടുക്കണുള്ളൂ, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവർ 2 പേരെയും കൂട്ടിയിട്ട് അച്ചയ്ക്ക് തന്നെ പോകാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കും. അതുകൂടാതെ കാറിലേ പോണേ. കാറിൽ കയറുന്ന വഴി ഞാനും പൊന്നുകുട്ടി വോമിറ്റ് ചെയ്യും കേട്ടോ. കുറച്ച് ദൂരമാണെങ്കിലും കുറച്ച് അധികം ദൂരമാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ സരുൺ ചേട്ടൻ്റെ കാറും കൊണ്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ ഇതേ കാറിൽ കയറി. വാവക്കുട്ടൻ പിന്നെ ഇതേ അച്ഛൻ്റെ അടുത്ത് ഫ്രണ്ടിലെ സീറ്റിൽ ആദ്യം കയറി ഇരിക്കും കേട്ടോ. പൊന്നുകുട്ടി പിന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറില്ല. പിന്നെ ഇതേ കാറിൻ്റെ ഉള്ളിലെ സ്മെല്ല് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ഷോളെടുത്ത് മൂക്ക് പൊതിച്ചിരിക്കുക കേട്ടോ. ഞാൻ പിന്നെ ടവലും കൊണ്ട് ഞാനും എൻ്റെ മൂക്ക് പൊത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ സ്റ്റുഡിയോ എത്തി. അപ്പോൾ കാറ് പാർക്ക് ചെയ്യണ ഏരിയയിൽ കൊണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. ഇറങ്ങിയ വഴി തന്നെ പൊന്നുകുട്ടിയും വാവക്കുട്ടനും അവിടെ നിർത്തിയിട്ടാണ് കാറുകളൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ വാവക്കുട്ടന് വണ്ടി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ നമ്മളിതേ ലിഫ്റ്റൊക്കെ കയറി മുകളിലേക്ക് എത്തി. പിന്നെ അവിടെ പോയി ഡ്രസ്സൊക്കെ ഓരോന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു എല്ലാം കാണാൻ തന്നെ. അങ്ങനെ ഒരു വൈറ്റ് എടുത്തു, അത് പൊന്നുകുട്ടിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ബ്ലൂ കളറ് അതെടുത്തു പൊന്നുകുട്ടിക്ക്. പിന്നെ വാവക്കുട്ടന് പിന്നെ അധികം നോക്കി സെലക്ട് ചെയ്യേണ്ട വന്നില്ല കേട്ടോ. 2-3 സ്ഥലത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇത് തന്നെ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ പൊന്നുകുട്ടീനെ ഡ്രസ്സ് ഇട്ട് നോക്കാൻ വേണ്ടി അച്ഛൻ കൊണ്ടുപോയിട്ട് ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നേ. കുഞ്ഞിപ്പെണ്ണ് വന്നിട്ട് വാവക്കുട്ടനെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതേ വാവക്കുട്ടനെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അവരിടാൻ പോണ സമയത്ത് ഞങ്ങളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വിടും. പൊന്നുകുട്ടി നോക്കിയപ്പോൾ ചുറ്റിന് നിറയെ മിറർ. അപ്പോൾ ഓരോ കോപ്രായങ്ങളൊക്കെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്നോട് തെന്നി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് കണ്ടപ്പോഴത്തേക്കും പേടി, എങ്ങാനും വീഴുമോ എന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഈ അച്ചയ്ക്ക് 2 ഷർട്ട് സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 2 അല്ല 3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 എടുത്തതിൽ 2 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇട്ടൊക്കെ നോക്കി. പിന്നെ ഇതേ ബാഗി ജീൻസ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ ഇതേ ബില്ലൊക്കെ അടച്ചു. പിന്നെ നമ്മളിതേ തിരിച്ച് ലിഫ്റ്റിൽ കയറിയിട്ട് താഴെ എത്തിയിട്ട് നമ്മൾ പോരാൻ പോവാണേ. അത് കഴിഞ്ഞ് പോന വഴി കുഴിമന്തി മേടിക്കണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ 2 പേരും. നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയ ആ സമയത്ത് ചെറിയ രീതിയിൽ മഴ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയ സമയത്ത് അവിടെ ഇവിടെയൊക്കെ ഇത്തിരീശ വെള്ളമൊക്കെ കെട്ടി കിടക്കണ്ടായിരുന്നു കേട്ടോ. കുഴിമന്തി മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഈ ചാർക്കോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഹോട്ടലിൽ കയറി. എന്നിട്ട് അച്ഛതേ അത് ഓർഡർ ചെയ്തു. അപ്പോൾ കുറച്ച് സമയം എടുക്കും അത് കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പൊന്നുകുട്ടിയും വാവക്കുട്ടനും വിശന്നിട്ട് വെള്ളം മേടിച്ച് തന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും അത് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓഫീസിൽ നിന്ന് വന്ന അപ്പം തന്നെയായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഇവർ 2 പേരും ഉറങ്ങി എണീറ്റിട്ട് ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിതേ തിരിച്ച് വീട്ടിലെത്തിയ വഴി തന്നെ അവർക്ക് ഡ്രസ്സ് കാണുന്നേക്കാളും ധൃതിയായിരുന്നു കേട്ടോ. കുഴിമന്തി വേഗം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2 പേരും വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി 2 പേർക്കും വേഗം തന്നെ കഴിക്കാനും കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അച്ചയ്ക്ക് വിളമ്പി വെച്ചു. അച്ഛയും ഞാനും കൂടി കഴിക്കാനിരുന്നു. എനിക്ക് പിന്നെ കുഴിമന്തിയോടൊന്നും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ചോറ് സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു.